ഒരാൾ അവൻ്റെ ജീവിതത്തിൽ 100 ഹജ്ജ് ചെയ്താലും 100 ഉംറ ചെയ്താലും അല്ലാഹു തആല അവൻ്റെ ഹജ്ജോ ഉംറയോ അവൻ്റെ നിസ്കാരമോ സക്കാത്തോ നോമ്പോ ഒന്നും അല്ലാഹു തആല സ്വീകരിക്കില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഒരൊറ്റ തെറ്റ് കാരണം കൊണ്ടാണ്. ആ തെറ്റ് എന്നാണോ അവൻ തിരുത്തുന്നത് അന്നേ അല്ലാഹു തആല അവൻ്റെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. ഏതാണ് ആ തെറ്റ്, എങ്ങനെയാണ് ആ തെറ്റ് തിരുത്തേണ്ടത്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാലോ. ഒരാൾ 100 വർഷം വരെ ജീവിച്ചു എന്ന് വിചാരിക്കുക. ആ 100 വർഷം ജീവിച്ചു, എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നു, എല്ലാ ദിവസവും രാത്രി നിന്ന് നിസ്കരിക്കുന്നു, ഒരുപാട് അമലുകൾ ചെയ്യുന്നു. അവൻ്റെ 100ാമത്തെ വയസ്സിൽ അവൻ്റെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു ചെറിയ വാക്ക്, ആ വാക്കുകൊണ്ട് ആ 100 വർഷവും അവൻ ചെയ്ത മുഴുവൻ അമലുകളും അല്ലാഹു തആല പൊളിച്ചു കളയും. അവൻ്റെ നന്മയുടെ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല. എന്താണ് അവൻ പറയാൻ പാടില്ലാത്ത ആ വാക്ക്, ഏത് വാക്ക് പറഞ്ഞാലാണ് നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോവുക, ആ കാര്യമൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, കേട്ടു നോക്കണേ. 2 ദുആ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ദുആ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും എപ്പോഴും സന്തോഷവും ഈ ദുആ പറയുമ്പോൾ അല്ലാഹു കൊടുക്കുമെന്നാണ്. ഏതാണ് ആ ദുആ, എങ്ങനെയാണ് ആ ദുആ പറയേണ്ടത്, വിശദമായ ഇന്നത്തെ ക്ലാസ് അവസാനം വരെ കാണാൻ മറന്നു പോവണ്ട. മറ്റുള്ളവർക്കും കൂടി ഇത് എത്തിച്ചു കൊടുത്താൽ അത് വലിയൊരു നന്മയാണ്. അല്ലാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷങ്ങളുണ്ട്, ഒരുപാട് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം പടച്ചവൻ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ മക്കൾ നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ വീട്, നമ്മുടെ കച്ചവടം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കൃഷിയിടങ്ങൾ, അതുപോലെ നമ്മുടെ വാഹനം, ഇതെല്ലാം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ആ അനുഗ്രഹങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോവാതെ അതൊക്കെ എന്നുമെന്നും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ റബ്ബ് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യം തന്നെ ഞാൻ ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരായി കേരളക്കാരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് കടന്നു വന്ന സ്വഹാബിമാരിൽ പ്രമുഖനായിരുന്നു മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരു സംഭവം ഉണ്ടായി. നമുക്ക് കിതാബുകളിലൊക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇത് നമുക്ക് പല പ്രഭാഷണത്തിലും ഒക്കെ ആയി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടതായിരിക്കാം. ഒരിക്കൽ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ മഹാനവറുകൾ പരിശുദ്ധമായ ഹജ്ജിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന, ഹജ്ജ് അവസാനിക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇങ്ങനെ രാത്രി ദുആയെല്ലാം ചെയ്ത് ഒരുപാട് തവാഫ് ചെയ്തു, നിസ്കരിച്ച് അങ്ങനെ അല്പമൊന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ച് മഹാനവറുകൾ അങ്ങനെ തൻ്റെ കിടക്ക, ആ പായ വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരുങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുന്നു. ഒരുപാട് ആളുകൾ സഫ മറുവക്കിടയിൽ ഇങ്ങനെ ഓടുന്നു, ഉംറ ചെയ്യുന്നു, അല്ലേ? ഉംറയുടെ കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് പേര് ഖുർആൻ ഓതുന്നു, ഒരുപാട് പേര് ദിക്റിലും ദുആയിലും ഒക്കെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ലക്ഷോപലക്ഷം ആളുകൾ. അപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ അല്പമൊന്ന് വിശ്രമിക്കാൻ വേണ്ടി, കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പടച്ചോനെ, ഈ വർഷത്തെ ഹജ്ജ് അതാരുടെയൊക്കെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകും എന്നൊരു ചിന്ത വെറുതെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ കിടന്നുറങ്ങി. ഉറക്കത്തിൽ ഒരാൾ വന്നിങ്ങനെ പറയുന്നതായിട്ട് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു തോന്നി. അതായത്, ഓ മാലിക് ബിൻ ദീനാർ, ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന 6 ലക്ഷത്തോളം ഹാജിമാർ, അവരുടെ എല്ലാവരുടെയും ഹജ്ജിനെ അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുകയാണ്. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന 6 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ, മുഴുവൻ ഹാജിമാർ, അവരുടെ എല്ലാവരുടെയും ഹജ്ജിനെ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാളുടെ ഹജ്ജ് മാത്രം, ഈ ഇത്രയും പേരിൽ ഒരാളുടെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നൊരു സ്വപ്നം മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. അദ്ദേഹം അങ്ങനെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. ഇന്നലെ കണ്ട സ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ അലട്ടുന്നുണ്ട്, പടച്ചോനെ, ഒരാളുടെ മാത്രം ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല, ബാക്കിയുള്ളവരുടെയൊക്കെ സ്വീകരിച്ചു എന്നൊക്കെയാണല്ലോ ഈ കേൾക്കുന്നത്.
പിന്നെ ഇതെന്താണ് സംഭവം, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഒന്നും അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം മഹാനവർകൾ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇതേ സ്വപ്നം തന്നെ. ഈ പ്രാവശ്യം വന്നിട്ടുള്ള ലക്ഷോപലക്ഷം ഹാജിമാർ എല്ലാവരുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. ഒരാളുടെ ഹജ്ജ് മാത്രം അല്ലാഹു കബൂൽ ചെയ്തിട്ടില്ല. അപ്പോഴും മഹാനവർകൾ ഇങ്ങനെ ബേജാറായി, അത് ആരായിരിക്കും, അതിനൊരു പേക്കിനാവായിരിക്കാം എന്നൊക്കെ കരുതി മഹാനവർകൾ മൂന്നാമത്തെ ദിവസവും ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഇതേ സ്വപ്നം കാണുകയാണ്. ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്ത എല്ലാ ഹാജിമാരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, ഒരാളുടെ ഹജ്ജ് മാത്രം അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല എന്ന ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഹജ്ജ് സ്വീകരിക്കാത്ത വ്യക്തി, അയാളുടെ പേരും ആ സ്വപ്നത്തിലൂടെ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയിച്ചു കിട്ടിയെന്നാണ്. പേര് മറ്റൊന്നുമല്ല, ഒരു ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വന്നിട്ടുള്ള ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഹജ്ജാണ് അല്ലാഹു തആല സ്വീകരിക്കാത്തത് എന്ന് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു സ്വപ്നത്തിലൂടെ അറിയുകയാണ്. ഹാറൂനുൽ ബൽഖി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ സമയത്ത് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ സുബ്ഹി നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പതിയെ ഈ ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വന്നിട്ടുള്ള ഹാജിമാരെ തിരക്കി അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് ഹാജിമാർ, ലക്ഷക്കണക്കിന് ഹാജിമാരുണ്ട്. ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വന്ന ഹാജിമാർ എവിടെയാണ് എന്നിങ്ങനെ അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോൾ ഒരു ടെന്റ്, ആ ടെന്റിന്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് ദിക്ർ ചൊല്ലുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ദുആരക്കുന്നു, ഖുർആൻ ഓതുന്നു. അങ്ങനെ കുറച്ച് ആളുകളെ കണ്ടു. ചെന്ന് ചോദിച്ചു, നിങ്ങളാണോ ഈ ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വന്നത്? ആ സമയത്ത് അവർ പറഞ്ഞു, അതെ ഞങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന മനുഷ്യനുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട്. ഈ ടെന്റിന്റെ ഉള്ളിൽ അദ്ദേഹം നിസ്കരിക്കുകയാണ്. ടെന്റിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു മധ്യവയസ്കനായ, അതായത് ഒരു 50 വയസ്സിലേറെയുള്ള ഒരാള് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞിങ്ങനെ നിസ്കരിക്കുകയാണ്, ഇങ്ങനെ ദുആരക്കുകയാണ്. അങ്ങനെ ദുആയും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് മഹാനായ ഈ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനേക്ക് ഈ ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ നോക്കി. ആ സമയത്ത് ഈ ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ആരോട്? മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഈ വർഷവും എൻ്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണോ നിങ്ങൾ വന്നത്? മാലിക് ബിൻ ദീനാർ തങ്ങൾ ഞെട്ടിപ്പോയി എന്ന്. പടച്ചോനെ, ഇതെന്ത് അത്ഭുതമാണ്! കാരണം ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇങ്ങോട്ട് ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം പറയുകയാണല്ലോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആ സമയത്ത് മഹാനായ മാലിക് തങ്ങൾ ചോദിച്ചു, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ ഈ കാര്യം ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. നിങ്ങളുടെ ഹജ്ജ് മാത്രം സ്വീകരിച്ചിട്ടില്ല, ബാക്കി എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്? ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഈ ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു, ഇന്നേക്ക് 40 വർഷം പൂർത്തിയാവുകയാണ്. ഈ 40 വർഷവും നിങ്ങളെപ്പോലെ ഓരോ ആളുകളും ഈ പരിശുദ്ധമായ ഹജ്ജ് അവസാനിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, ഈ പ്രാവശ്യം നിങ്ങളുടെ ഹജ്ജ് മാത്രം സ്വീകരിച്ചിട്ടില്ല, ഞാൻ സ്വപ്നം കണ്ടു എന്ന് ഒരുപാട് ആളുകൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ അവസാനത്തെ ആളായിരിക്കാം നിങ്ങൾ. ഇത് 40ാമത്തെ വർഷമാണ് എന്ന് ഈ ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്. മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾക്ക് അത്ഭുതമായി. ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? എന്തെങ്കിലും അബദ്ധം പറ്റിയോ ജീവിതത്തിൽ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്? ആ സമയത്ത് ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരുപാട് തോന്നിയവാസങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ മദ്യപിച്ച് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിലുണ്ട്. ഉമ്മ എന്നെ ഇങ്ങനെ ശകാരിക്കുകയാണ്, മോനെ, ഇത് പരിശുദ്ധമായ പുണ്യമായ മാസങ്ങളല്ലേ, പുണ്യമായ സമയങ്ങളല്ലേ, നീ ഇങ്ങനെ മദ്യപിച്ചാൽ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഉമ്മ എന്നെ ഒരുപാട് ഇങ്ങനെ ഉപദേശിച്ചു വന്നപ്പോൾ എനിക്ക് ദേഷ്യമായി. ഉമ്മയുടെ ഉപദേശം കേട്ട് എനിക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നി. ഞാൻ ഉമ്മയെ പിടിച്ചിങ്ങനെ തള്ളി. ഉമ്മ ദാ നിലത്തേക്ക് വീഴുകയാണ്. ഉമ്മക്ക് അപകടം പറ്റുകയാണ്. ആ സമയത്ത് എനിക്കൊന്ന് ഉമ്മയെടുത്ത് പൊക്കാനോ ആ ഉമ്മയെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ എനിക്ക് സാധിച്ചില്ല. പിറ്റേന്ന് രാവിലെ ആയ സമയത്ത് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഉമ്മ മരണപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ എൻ്റെ എല്ലാ മോശപ്പെട്ട പ്രവർത്തനങ്ങളും നിർത്തിയിട്ട് ഞാൻ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആ വർഷം തൊട്ട് വരാൻ തുടങ്ങുകയാണ്. ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തു, ഞാൻ ഒരുപാട് തൗബ ചെയ്തു, ഞാൻ ഒരുപാട് ഇസ്തിഗ്ഫാർ
ഇസ്തിഗ്ഫാർ പറഞ്ഞു, ഖുർആൻ ഓതി, ഖത്മുൽ ഖുർആൻ തീർത്തു. എന്നിട്ടും ഓരോ വർഷവും ഹജ്ജിന് വരുമ്പോൾ എനിക്ക് ഈ എൻ്റെ ഒരു ദുഃഖത്തിൻ്റെ വാർത്ത മാത്രമാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇനി എങ്ങനെയാണ് എൻ്റെ ഉമ്മയോട് ഞാൻ ചെയ്തു പോയ ആ അപരാധത്തിന് മാപ്പ് പറയുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്ന് എനിക്കറിയില്ല എന്ന് ആ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനും സങ്കടമായി. അദ്ദേഹം ഇങ്ങനെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ടെന്റിലേക്ക് പോയി. അങ്ങനെ അന്നത്തെ ദിവസം 4ാമത്തെ ദിവസവും ആ മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ഈ വർഷം കടന്നു വന്നിട്ടുള്ള മുഴുവൻ ലക്ഷക്കണക്കിന് ഹാജിമാരുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. ഒരാളുടെ മാത്രം ഹജ്ജായിരുന്നു അല്ലാഹു സ്വീകരിക്കാതിരുന്നത്. ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെയും ഹജ്ജ് അല്ലാഹു തആല ഈ വർഷം സ്വീകരിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ സ്വപ്നത്തിലൂടെ അറിയുകയാണ്. ഉടൻ തന്നെ ഓടി അതാ ഈ ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന മനുഷ്യൻ താമസിക്കുന്ന ടെന്റിന്റെ അരികിലേക്ക് മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ ഓടിച്ചെല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ആ ടെന്റിന്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ഹാറൂനുൽ ബൽഖി എന്ന് പറയുന്ന അദ്ദേഹം അതാ മരണപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആ വർഷത്തെ ഹജ്ജ് 40ാമത്തെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു. അതെന്താ സ്വീകരിക്കാനുള്ള കാരണം? തൻ്റെ ഉമ്മയോട് ചെറുപ്പത്തിൽ ചെയ്തു പോയ ആ ഒരു അപരാധം, ആ ഒരു കുറ്റം, അതിലിങ്ങനെ ഖേദം പ്രകടിപ്പിച്ച് തൻ്റെ ഉമ്മക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്ത് അവസാനം ആ ഉമ്മയുടെ പൊരുത്തം അല്ലാഹു തആല കൊടുത്തപ്പോഴാണ് അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഹജ്ജും ബാക്കിയുള്ള കർമ്മങ്ങളും സ്വീകരിച്ചത്. ഈ ചരിത്രം ഞാൻ ഇത്രയും നീട്ടിപ്പരത്തി പറയാനുള്ള കാരണം നമുക്കറിയാമല്ലോ, വിശുദ്ധമായ ഹജ്ജിന് ഈ വർഷം അൽഹംദുലില്ലാഹ് കിട്ടിയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഒരുപാട് പേര് ഉംറക്ക് പോകുന്നു അല്ലേ, അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമാണ്. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാർ അല്ലെ, ഞാനിനി നമ്മളൊന്നും ഹജ്ജിന് പോവില്ല, നമ്മളൊന്നും ഇനി ഉംറക്കൊന്നും പോകില്ല, നമുക്കൊന്നും പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോലും ഇന്ന് അൽഹംദുലില്ലാഹ് ഹജ്ജിന് വേണ്ടി പോകുന്നു, ഉംറക്ക് വേണ്ടി പോകുന്നു. അല്ലാഹു പടച്ചവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ഒരുപാട് വട്ടം ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ്, അതുപോലെ തന്നെ ഉംറ, അതിൻ്റെയൊക്കെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. അപ്പോൾ ഹജ്ജ് എന്താവണം? മഖ്ബൂലാവണം. ഹജ്ജ് എന്താവണം? മബ്റൂറാവണം. ഉംറ എന്താവണം? മഖ്ബൂലാവണം. ഉംറ മബ്റൂറാവണം. ഈ മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പോകുന്ന ഉംറ അതുപോലെ ഹജ്ജ് അതിൻ്റെ പൈസയൊക്കെ ഹലാലാവണം. ഒരുപാട് കടങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഒരുപാട് ഇടപാടുകൾ നടത്താനുണ്ട് എങ്കിൽ അവരുടെയൊക്കെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റൂ. ഒരുപാട് കടമുണ്ട്, ആ കടമൊന്നും വീട്ടാതെ ഹജ്ജിന് പോയാൽ ഒരുപക്ഷെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിക്കില്ല. കാരണം ആ ഹജ്ജിനേക്കാൾ നിർബന്ധം അവൻ്റെ കടങ്ങൾ വീട്ടലാണ്. ഉംറയേക്കാൾ ശ്രേഷ്ഠത ആ കടങ്ങൾ വീട്ടലാണ്. അല്ലെങ്കിൽ അവനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അവനിക്ക് കടവുമുണ്ട് എങ്കിൽ അവൻ ആ കടം ആർക്കാണോ കൊടുക്കാനുള്ളത് അവിടെ ചെന്നിട്ട് പറയണം, ഞാൻ ഉംറക്ക് പോവുകയാണ്, എനിക്ക് നിങ്ങൾ അനുവാദം തരണമെന്ന് ചോദിക്കണമെന്ന് പോലും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ ഹജ്ജും ഉംറയും എന്താവണം? മബ്റൂറാവണം. മബ്റൂർ എന്ന് പറഞ്ഞാൽ ഗുണമുള്ളതാവണം, ബിറുള്ളതാവണം. അങ്ങനെ ഗുണമുള്ളതാവണമെങ്കിൽ നമ്മുടെ ഉമ്മയോട്, നമ്മുടെ വാപ്പയോട്, നമ്മുടെ ഭാര്യയോട്, മക്കളോട്, ഭർത്താവിനോട്, എല്ലാവരോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം നമ്മൾ പ്രത്യേകം ഹജ്ജിനും ഉംറക്കും പോവാൻ. എന്നാലേ ആ ഹജ്ജും ഉംറയും അല്ലാഹു തആല സ്വീകരിക്കൂ. ഇവിടെ നമ്മൾ ഈ ചരിത്രത്തിൽ നിന്നും പഠിച്ചത് ഉമ്മയുടെ പൊരുത്തം അദ്ദേഹത്തിന് കിട്ടിയില്ലായിരുന്നു. 40 വർഷം ഹജ്ജ് ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല. അവസാനം ഉമ്മയുടെ പൊരുത്തം കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചതെങ്കിൽ എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഹജ്ജിന് പോകുന്നവരാണ്, ഒരുപാട് ഉംറക്ക് പോകുന്നവരാണ്. ഉമ്മാടെ പൊരുത്തമില്ലാതെ, വാപ്പാടെ പൊരുത്തമില്ലാതെ 100 ഹജ്ജ് ചെയ്താലും 100 ഉംറ ചെയ്താലും അല്ലാഹു തആല സ്വീകരിക്കില്ല. ഉമ്മയോട് വാപ്പയോട്, ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ പെറ്റ ഉമ്മ, നമ്മുടെ ഉമ്മ, അതുപോലെ നമ്മുടെ വാപ്പ, സ്വന്തം ഉമ്മ, സ്വന്തം ഉമ്മ, നമ്മുടെ സ്വന്തം ഉമ്മയും സ്വന്തം വാപ്പയും, അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യയുടെ ഉമ്മയും ഭാര്യയുടെ വാപ്പയും, എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഓളുടെ മാതാപിതാക്കളും, അതുപോലെ തന്നെ ഓളുടെ ഭർത്താവാകുന്ന എൻ്റെ മാതാപിതാക്കളും, ഈ 4 പേരുടെയും പൊരുത്തമില്ലാതെ എൻ്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കില്ല, എൻ്റെ ഉംറ അല്ലാഹു തആല സ്വീകരിക്കില്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തം ഉണ്ടെങ്കിലേ നമ്മുടെ അമലുകൾ, ഹജ്ജ് എന്നല്ല, നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കൂ. അതുകൊണ്ട് എല്ലാവരോടും പൊരുത്തം ചോദിക്കുക. ചിലപ്പോൾ നമ്മളോട് ഗർവുള്ളവരായിരിക്കാം, നമ്മളോട് പിണങ്ങിയവരായിരിക്കാം, അതുപോലെ തന്നെ നമ്മളോട് ദേഷ്യമുള്ളവരായിരിക്കാം, നമ്മളോട് ഇഷ്ടക്കേടുള്ളവരായിരിക്കാം. എന്തുമാവട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ അവരോട് പൊരുത്തം ചോദിച്ചാലേ നമ്മുടെ അമലുകൾ, അത് നിസ്കാരം മാത്രമല്ല, നമ്മുടെ നോമ്പും നമ്മുടെ സകാത്തും, അതൊക്കെ ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് പിണങ്ങിക്കഴിയുന്നത്, എത്രയോ കുടുംബങ്ങളാണ് ദേഷ്യത്തിൽ കഴിയുന്നത്, എത്രയോ കുടുംബങ്ങളാണ് ഇണക്കമില്ലാതെ എപ്പോഴും പ്രശ്നത്തിൽ കഴിയുന്നത്. നമ്മുടെ അമലുകൾ. എന്നിട്ടോ ഈ കുടുംബം
പരസ്പരം മിണ്ടൂല, പരസ്പരം ഒരു ഇഷ്ടമില്ല, സ്നേഹമില്ല, എല്ലാവരോടും പിണങ്ങിക്കഴിയുകയാ, എന്നിട്ട് ഭയങ്കര നിസ്കാരം. ആ നിസ്കാരം കൊണ്ടൊന്നും ഒരു കുന്തവും ഇല്ല. ആ സമയത്ത് നിങ്ങൾക്ക് വെറുതെ കിടന്നുറങ്ങിയാൽ ആ ഉറക്കമെങ്കിലും കിട്ടും. അതാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ അവൻ മറ്റുള്ളവരോട് മുഷാഹിനാവാൻ പാടില്ല, മറ്റുള്ളവരോട് പിണക്കമുണ്ടാവാൻ പാടില്ല എന്നാണ്. പിണക്കമുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എത്ര നിസ്കാരക്കാരാണെങ്കിലും, എത്ര വലിയ നോമ്പുള്ളവരാണെങ്കിലും, അതുപോലെ എത്ര വലിയ സക്കാത്ത് കൊടുക്കുന്നവരാണെങ്കിലും, 40 വർഷം നമ്മൾ ജീവിക്കുന്നു, 50 അല്ലെങ്കിൽ 100 വർഷം നമ്മൾ ജീവിക്കുന്നു എന്ന് വിചാരിക്കുക. ആ 100 വർഷം ജീവിച്ച് നമ്മൾ ഇബാദത്ത് മുടങ്ങാതെ ചെയ്തവനാണെങ്കിലും 100ാമത്തെ വർഷമെങ്ങാനും നമ്മുടെ ഉമ്മയോടോ വാപ്പയോടോ നമ്മൾ മോശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, അവർക്ക് പൊരുത്തമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ 100 വർഷത്തെ ഇബാദത്തും അല്ലാഹു തആല തകർത്ത് കളയും, അല്ലാഹു തആല സ്വീകരിക്കില്ല. അതുകൊണ്ട് ഉമ്മയെ വിഷമിപ്പിക്കാൻ, വാപ്പിച്ചിയെ വിഷമിപ്പിക്കാൻ നമ്മൾ നിൽക്കരുതേ. അത് സ്വന്തം നമ്മുടെ ഉമ്മയും വാപ്പയും അതുപോലെ തന്നെ പരിഗണിക്കേണ്ടവരാണ്, നമ്മുടെ ഭാര്യയുടെ ഉമ്മയും വാപ്പയും. ഓരോ ഭാര്യമാരും ചിന്തിക്കുക, എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും എൻ്റെ സ്വന്തം ഉമ്മയാണ് വാപ്പയാണ്. അതുപോലെ തിരിച്ചും ഓരോ ഉമ്മയും വാപ്പയും ചിന്തിക്കേണ്ടത്, എൻ്റെ മകൻ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ആ പെണ്ണ് അവൾ എൻ്റെ സ്വന്തം മോളെ പോലെയാണ്. ഓരോ ഉമ്മയും വാപ്പയും കരുതണം, എൻ്റെ മകളെ വിവാഹം ചെയ്ത ആൾ, അയാൾ എൻ്റെ സ്വന്തം മകനെ പോലെയാണ്. ഇങ്ങനെയായിരിക്കണം ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മുടെ ആയുസ് ചുരുങ്ങിപ്പോകാൻ 3 കാരണമാണ്. ഒന്ന്, ഉമ്മയെ വാപ്പയെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ നമ്മുടെ ആയുസ് ചുരുങ്ങും, പെട്ടെന്നുള്ള മരണമുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഒരാൾ ഉമ്മയെയും വാപ്പയെയും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ 3 ശിക്ഷയാണ് അല്ലാഹു ഈ ദുന്യാവിൽ അവനിക്ക് കൊടുക്കുന്നത്. ഒന്നാമത്തെ ശിക്ഷ, അവൻ്റെ ആയുസ് അല്ലാഹു തആല ചുരുക്കി കളയുമെന്നാണ്. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല. എത്ര കച്ചവടം ചെയ്താലും, എത്ര തന്നെ ബിസിനസ് ചെയ്താലും അല്ലാഹു തആല ഒരു തരത്തിലുള്ള ബറക്കത്തും അവനിക്ക് കൊടുക്കൂല എന്നാണ്. അതുപോലെ തന്നെ മൂന്നാമത്, അവനെ ഇടങ്ങേറാക്കുന്ന മക്കളെയും അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വാപ്പയുടെ പൊരുത്തം, ഉമ്മയുടെ പൊരുത്തം അത് ഉണ്ടായാലേ നമ്മുടെ എല്ലാ സൽക്രമവും അല്ലാഹു തആല സ്വീകരിക്കൂ. അപ്പോൾ ചില ആളുകൾ പറയും, ഉസ്താദേ എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, അവരോട് ഞാൻ ഒരുപാട് മോശത്തരം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തെറി പറഞ്ഞിട്ടുണ്ട്, അവരോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ ഉമ്മയും വാപ്പയൊക്കെ ഖബറിലാണല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും, അവരോട് ഞാൻ ഇനി എങ്ങനെ പൊരുത്തം ചോദിക്കും എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ഉണ്ടായേക്കാം. അവർക്ക് ചെയ്യാൻ പറ്റിയ 7 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ നമ്മളത് വിശദമായിട്ട് പറയും. മരണപ്പെട്ടുപോയ ഉമ്മയോടും വാപ്പയോടും എങ്ങനെയാണ് നമ്മൾ പൊരുത്തം ചോദിക്കേണ്ടത്, 7 രൂപത്തിലാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു ദിവസം നമ്മൾ വിശദമായിട്ട് ആ കാര്യം പറഞ്ഞു തരാം. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഏത് സൽക്കർമ്മവും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഉമ്മാടെ വാപ്പാടെ പൊരുത്തമില്ലാതെ നമുക്ക് നടക്കൂല. ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മമാരുടെ, വാപ്പമാരുടെ, അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, എല്ലാവരോടൊപ്പം സ്നേഹത്തോടു കൂടി പെരുമാറി, എല്ലാവരെയും സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് അവരോടൊപ്പം എല്ലാം ഒരു കുടുംബമായി സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ ദുആരക്കുകയാണ്, ആ ദുആയിൽ അവൻ എല്ലാ കാര്യവും പറയുന്നുണ്ട്. അവൻ്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെന്നും, അവൻ്റെ തെറ്റുകൾ പൊറുക്കണമെന്നും, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്നും, നരകത്തിൽ നിന്ന് മോചനം കിട്ടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമാണ്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ദുആയിൽ അവൻ്റെ ഉമ്മച്ചിക്കും വാപ്പിച്ചിക്കും വേണ്ടി ദുആ ചെയ്യാതെ പോയാൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കില്ലെന്ന് പോലും പറഞ്ഞ മഹത്തുക്കളുണ്ട്. അതുകൊണ്ട് മുത്തു മുഅ്മിനീങ്ങളെ, എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നമ്മൾ ദുആ മറന്നു പോകരുത്. വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞല്ലോ എങ്ങനെയാണ് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ രക്കേണ്ടത്. റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സ്വഗീറ. എങ്ങനെ? റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ആ ദുആ ഇങ്ങനെ എപ്പോഴും നമ്മൾ അധികരിപ്പിക്കുക. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത നമ്മുടെ മക്കൾ നമുക്കും വേണ്ടിയും ദുആരക്കുമെന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവാൻ, ബറക്കത്തുണ്ടാവാൻ, സലാമത്തുണ്ടാവാൻ, നല്ല ഖൈറായ മക്കളായി മാറാൻ, അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് അവർക്കിടയിൽ സ്നേഹവും ഇഷ്ടവും ഉണ്ടാവാനൊക്കെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞൊരു ദുആയുണ്ടല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന സുന്ദരമായ ഒരു ദുആയുണ്ട്. ആ
ആ ദുആയും നമ്മൾ പഠിച്ചു വെക്കുക. അതും നമ്മളിങ്ങനെ എപ്പോഴും ആവർത്തിച്ച് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പരിഭാവനമായ സുന്ദരമായ ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ദുആയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ക്ലാസ് അൽഹംദുലില്ലാ ഓരോ ദിവസവും ആളുകൾ കാണുകയാണ്. ഒരുപാട് ഇൽമുകൾ അവർ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് പേര് സന്തോഷം പറയുന്നു. ഉസ്താദേ, നിങ്ങൾ പറഞ്ഞ ആ ദുആ ഞങ്ങൾ പറഞ്ഞു, അതിൻ്റെ നേട്ടങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹ് ഓതി, അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയിലെ ഈ ഇസ്മ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷ വാർത്ത പറയുന്നുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു തആല എല്ലാവിധ ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഒരല്പമാണ് അമൽ ചെയ്യുന്നതെങ്കിലും ആ അമലിൽ അല്ലാഹു തആല ഇഖ്ലാസും തഖ്വയും നൽകി നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലുമൊക്കെ പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ പിണക്കമൊക്കെ അങ്ങോട്ട് മാറട്ടെ. നമ്മൾ പിണങ്ങി കഴിഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല ദുന്യാവിൽ. ഒരല്പം ആയുസ് മാത്രം, ഏത് സമയത്താണ് പോകുന്നതെന്നും പറയാൻ പറ്റൂല. ഞാൻ നാളെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ക്ലാസ് പറയാനുണ്ടോ എനിക്കറിയില്ല. നിങ്ങളിൽ ആരൊക്കെ ഞാൻ പറയുന്ന നാളത്തെ ക്ലാസ് കേൾക്കാനുണ്ടാകും നമുക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉള്ള സമയത്ത് മറ്റുള്ളവരെ സ്നേഹിച്ച് അവരോട് വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് സുന്ദരമായ ജീവിതം നയിക്കുക. അല്ലാഹു തആല തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.